2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് അടിപൊളി ആക്ഷൻ പടമാണ് മങ്കി മാൻ ഡയറക്റ്റഡ് ബൈ ദേവ് പട്ടേൽ. ദേവ് പട്ടേലിനെ അറിയാലോ, നമ്മുടെ സ്ലം ഡോഗ് മില്യണറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ചങ്ങായിയുടെ പടമാണ് ഇത്. അപ്പോൾ ഇയാൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ കോ റൈറ്ററായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്, പ്രൊഡ്യൂസ് ചെയ്തതും ഇയാൾ തന്നെയാണ്. ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്. അതായത് ഒരു 90% ഇംഗ്ലീഷാണ് പടം, ഒരു 10% ഹിന്ദി ഭാഷയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയുടെ ബേസിക് പ്ലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അതായത് ഇന്ത്യയിലെ ഒരു ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പറയുന്നത്. അതായത് ഈ പറയുന്ന സെക്സ് വർക്കേഴ്സും ട്രാൻസ്ജെൻഡേഴ്സും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറേ പണിക്കാരും ആരും ചോദിക്കാനില്ലാത്ത ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ റിവെഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി എന്തായാലും സിനിമയിൽ ഉണ്ടാവുമല്ലോ. ഈ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ മങ്കി മാൻ ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ദേവ് പട്ടേൽ തന്നെയാണ്. ഇവൻ്റെ കുട്ടിക്കാലമാണ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. കുട്ടിക്കാലത്ത് ഇയാളും ഇയാളുടെ അമ്മയും തമ്മിലുള്ള ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ ഹനുമാൻ്റെ കഥയൊക്കെ കേട്ട് വളർന്നു വരുന്ന ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ബോയ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ ഗ്രാമത്തിലേക്ക് നമ്മുടെ ബാബാശക്തി എന്ന് പറയുന്ന ഒരു സന്യാസി കം പൊളിറ്റീഷ്യൻ, അതായത് സന്യാസി പരിവേഷമുള്ളൊരു രാഷ്ട്രീയക്കാരനും അയാളുടെ ശിങ്കിടിയായിട്ടുള്ള ഒരു കറപ്റ്റഡ് പോലീസ് ഓഫീസറും കൂടി വരും. എന്നിട്ട് നാട്ടിൽ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം ഓടിച്ചിട്ട് ആ സ്ഥലമൊക്കെ ഇവർ ഏറ്റെടുക്കുന്നതാണ് ഈ സിനിമയുടെ ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കലാപം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മങ്കി മാൻ്റെ അമ്മ എന്ത് ചെയ്യും, ഈ കുട്ടിയെ അവൻ്റെ വീടിൻ്റെ അട്ടമില്ലേ, വീടിൻ്റെ മേലെയുള്ള അവിടെ ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം വീടെല്ലാം അടച്ചു മൂടി സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർ എന്ത് ചെയ്യും, ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവൻ്റെ അമ്മയെ നല്ലോണം ടോർച്ചർ ചെയ്യും. ഇവരെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തതിന് ശേഷം അവരെ കൊന്നുകളയും, അതായത് ജീവനോടെ കത്തിച്ചു കളയും. അപ്പോൾ ഈ പോലീസുകാരൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഈ വീടിൻ്റെ മേലെ ഇരുന്നു കൊണ്ട് നമ്മുടെ കുഞ്ഞുമോൻ, അതായത് മങ്കി മാൻ്റെ കുട്ടിക്കാലത്തെ മങ്കി മാൻ ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഈ പോലീസുകാരൻ്റെ ഫേസ് ഇവൻ്റെ തലയിൽ രജിസ്റ്റർ ആവും. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ടൈമിലെ മങ്കി മാനെയാണ്. അതായത് പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, കൈ കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് പൈസയ്ക്ക് വേണ്ടി ഇടിയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മങ്കി മാനെയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മങ്കി മാൻ ക്വീനി കപൂർ എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടും അല്ലെങ്കിൽ പരിചയപ്പെടും. അപ്പോൾ ക്വീനി കപൂറിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ലക്ഷറി ബ്രോതൽ നടത്തുന്ന സ്ത്രീയാണ്. അതായത് വലിയ പൈസക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഹൈ ക്ലാസ് ടീമിന് വേണ്ടിയിട്ടുള്ള വേശ്യാലയം നടത്തുന്ന ഒരു പെണ്ണുങ്ങളാണ് ക്വീനി കപൂർ. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് അവരുടെ സെൻറ്ററിൽ അവരുടെ ഹോട്ടലിലോ മറ്റൊരു ജോലി സെറ്റാക്കി എടുക്കും, കുക്കോ മറ്റോ ആയിട്ട്. അങ്ങനെ ഒരു ദിവസം ഹോട്ടലിൽ വെച്ച് ഇവർ കണ്ടുമുട്ടും. മറ്റേ പോലീസുകാരനെ, കറപ്റ്റഡ് പോലീസുകാരനെ കണ്ടുമുട്ടും. അപ്പോൾ ആ ഫേസ് ഇവൻ്റെ തലയിലുണ്ടല്ലോ. എന്നിട്ട് ഈ പോലീസുകാരെ തട്ടിക്കളയാനായിട്ട് ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ ആ പ്ലാനൊക്കെ ഒന്ന് പൊളിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മങ്കി മാൻ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വന്ന് വിട്ടുപോകുന്നുണ്ട്. ആ ഒരു ഭാഗം സാധാരണ സിനിമകളിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി ജെന്യുവിൻ ആയിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഇവൻ എന്തായാലും ബാബാശക്തിയെ കണ്ടുമുട്ടുന്നു. അയാളെ തട്ടിക്കളയുന്നതൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സിനിമ ഹൈലി പൊളിറ്റിക്കലും അത്ര തന്നെ ഇപ്പോൾ പ്രസന്റ് ടൈമിലെ പ്രസന്റ് ടൈം മീൻസ് കഴിഞ്ഞൊരു 25-30 വർഷത്തിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് വളരെയധികം ബന്ധമുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ റിലീസിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് കാണുക. നല്ല സിനിമയാണ്, ഹെവി വയലൻസ് ആണ് കേട്ടോ. അവസാനത്തെ അരമണിക്കൂറിലെ ഫൈറ്റൊക്കെ അതിഗംഭീരമാണ്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന സ്റ്റോറിയാണ്, പക്ഷേ ഒരു ഹോളിവുഡ് പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും പടത്തിനുണ്ട്. സിനിമയുടെ കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രഫി, മ്യൂസിക് ഇതൊക്കെ അതിഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ ഈ പുരാണ കഥകളൊക്കെ കാണിക്കുന്നത്, പുരാണകഥയും പിന്നെ ഈ മങ്കി മാൻ്റെ സ്റ്റോറിയൊക്കെ കാണിക്കുന്നത് ആ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഈ ഫ്ലാഷ് ബാക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ ടോട്ടൽ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പരിചയമുള്ള ചുറ്റുപാടുകൾ തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ഹൈലി പൊളിറ്റിക്കലാണ്. ആ സിനിമയിൽ കാണിക്കുന്ന ചില ഷോട്ടുകൾ, ചില ചിത്രങ്ങളൊക്കെ വളരെ പൊളിറ്റിക്കലാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലായിട്ട് കാണാം, അല്ലെങ്കിൽ വെറും ഒരു എൻ്റർടൈനറായിട്ടും സിനിമ കാണാവുന്നതാണ്. അവസാനത്തെ അരമണിക്കൂറിലെ ഫൈറ്റ് അതിഗംഭീരമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ബേസിക്കലി ഞാൻ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പൊളിറ്റിക്സും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് രണ്ടും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ സിനിമയുടെ ടോട്ടൽ മേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വയലൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഈ സിനിമ കണ്ടിരിക്കൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത്രയധികം വയലൻസ് ഈ സിനിമയിലുണ്ട്. സോ കാണുക, മങ്കി മാൻ ഡയറക്റ്റഡ് ബൈ ദേവ് പട്ടേൽ.